ഈ ഓണക്കാലത്ത് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാൻ. എന്നാൽ ഇതിവിടെ അവസാനിക്കുകയല്ല. ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം അടുത്ത 4 മാസം തുടരും. റേഷൻ കടകൾ വഴി ഇപ്പോൾ ചെയ്യുന്നതുപോലെ തന്നെയാണ് കിറ്റ് വിതരണം ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഓണത്തിന്റെ തലേ ദിവസം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് മുഖ്യമന്ത്രി നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതായത് 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹം 2 കാര്യങ്ങളാണ്. ജനങ്ങൾക്ക് നേരിട്ട് ഉപകാരം ലഭിക്കുന്ന 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഓണക്കിറ്റ് പോലുള്ള കിറ്റ് എല്ലാ മാസവും, ഈ വർഷം എല്ലാ മാസവും ലഭിക്കും. അതായത് ഇനി വരുന്ന 4 മാസവും, ഈ വർഷത്തിൽ ഇനി വരുന്ന സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലും ഈ ഒരു ഓണക്കിറ്റ് പോലുള്ള ഒരു ഭക്ഷ്യ കിറ്റ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ 1300 രൂപ ലഭിക്കുന്നത് 1400 രൂപയാക്കിയിട്ടുണ്ട്. ഈ ഒരു സന്തോഷകരമായ വിവരമാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കൺ ഓണാക്കി. അപ്പോ ഇതാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ആ വാക്കുകൾ. നേരിട്ട് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് ഈ ഓണക്കാലത്ത് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാൻ. എന്നാൽ ഇതിവിടെ അവസാനിക്കുകയല്ല. ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം അടുത്ത 4 മാസം തുടരും. റേഷൻ കടകൾ വഴി ഇപ്പോൾ ചെയ്യുന്നതുപോലെ തന്നെയാണ് കിറ്റ് വിതരണം ചെയ്യുക. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 100 രൂപ വീതം വർദ്ധിപ്പിക്കുന്നു. 2, ഇനി പെൻഷൻ മാസം തോറും വിതരണം ചെയ്യും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രമാണ് ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഓണക്കിറ്റിന്റെ രൂപത്തിലുള്ള ഒരു ഭക്ഷ്യക്കിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ലഭിച്ചതുപോലെയുള്ള 1000 രൂപയുടെ കിറ്റ് ആയിരിക്കില്ല. ഇപ്പോൾ ലഭിച്ചതുപോലെയുള്ള 500 രൂപയുടെ മൂല്യം എന്ന് പറയുന്ന ഒരു 400 രൂപയുടെ ഒക്കെ ഒരു കിറ്റ് നമുക്ക് ഓരോ മാസവും അടുത്തുള്ള ഡിസംബർ വരെയുള്ള 4 മാസവും നമുക്ക് ലഭിക്കും എന്ന് പറയുന്നത് അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 88 ലക്ഷം വരുന്ന റേഷൻ ഉപഭോക്താക്കൾക്ക്, റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോ നമ്മൾ ഈ ഓണത്തോട് കൂടിയിട്ട് ഈ കോവിഡിന്റെ സഹായങ്ങളൊക്കെ കഴിയും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത്. അപ്പോ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് ഞാൻ നിങ്ങളെ നേരത്തെ അറിയിക്കുകയാണ്. അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ 100 രൂപ വർദ്ധിപ്പിച്ചിട്ട് 1300 രൂപ എന്നുള്ളത് 1400 രൂപയാക്കി. മാത്രമല്ല എല്ലാ മാസവും ഇപ്പോ ഓഗസ്റ്റ് മാസത്തെ വിതരണം പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ഓരോ മാസവും അതാത് മാസത്തെ ഇത് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഓണക്കിറ്റിന്റെ കുറിച്ചിട്ട് ഞാൻ ഇന്ന് രാവിലെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഓണക്കിറ്റിന്റെ അവസാന വീഡിയോ ആയിരിക്കും. അപ്പൊ കിറ്റുകൾ അവസാനിക്കുന്നില്ല. ഓണക്കിറ്റ് ഇനി കിട്ടാത്തവർക്ക് ഓണം കഴിഞ്ഞാലുള്ള ദിവസങ്ങളിൽ ലഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.